ഇന്നും നാളെയും കനത്ത മഴയ്ക്കു സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയില്ല. പരീക്ഷകൾക്കും മാറ്റമില്ല. മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. മൂന്നാറിലേക്കുള്ള ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. സഞ്ചാരികൾ വനത്തിൽ മണിക്കൂറുകൾ കുടുങ്ങി. മണ്ണിടിഞ്ഞത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ ചീയപ്പാറയിൽ. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് മണ്ണ് നീക്കി. അൻപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം 4000-ഓളം മത്സ്യബന്ധന ബോട്ടുകൾ ഇന്ന് കടലിലേക്ക്. ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി അവസാനിക്കും. ജാഗ്രത പ്രതീക്ഷിച്ച് തീരം. ആശങ്കയായി കാലാവസ്ഥാ മുന്നറിയിപ്പ്. PM ശ്രീയുമായി മുന്നോട്ടെന്ന സർക്കാർ നിലപാട് സജീവ ചർച്ച. നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. LDF ഭരണകാലത്ത് PM ശ്രീയെ എതിർത്ത ലീഗ് നിലവിലെ സാഹചര്യത്തിൽ പ്രതിരോധത്തിൽ. ലീഗ് മുസ്ലിം സംഘടനാ പ്രതികരണം കാത്ത് LDF. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഇന്ന്. ജയിലിലുള്ള കൗൺസിലർ സുഗതന് അയോഗ്യത ഒഴിവാക്കണമെങ്കിൽ ഇന്ന് പങ്കെടുക്കണം. അനുമതി തേടി അവധിക്ക് അപേക്ഷ നൽകി സുഗതൻ. അപേക്ഷ അനുവദിച്ചാൽ പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷം. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെയും അഴകർ കോവിലിന്റെയും പേരിൽ ഉള്ള ഭൂസ്വത്ത് തട്ടിയെടുക്കാൻ നീക്കം. വ്യാജ പട്ടയമുണ്ടാക്കി 9 പേരുടെ സംഘം. തട്ടിപ്പിനുള്ള ശ്രമം. റവന്യൂ രേഖകളിൽ തിരിമറി നടത്തി. സർക്കാർ വിലക്ക് നിലനിൽക്കെ തിരുനെൽവേലിയിൽ ഭൂമി രജിസ്ട്രേഷൻ നടത്തി തട്ടിപ്പ് സംഘം. തമിഴ്നാട്ടിൽ സബ് രജിസ്ട്രാർമാർക്ക് സസ്പെൻഷൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. സ്ഥിതി കൂടുതൽ സങ്കീർണം. അമേരിക്ക കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ. പ്രതികരണം ഇന്നലെ ഖേഷം ദ്വീപിൽ നടത്തിയ ആക്രമണത്തിൽ. കുവൈറ്റിലേക്ക് ആക്രമണം തുടരുന്നു. 5 മാസമായിട്ടും യുദ്ധത്തിന് പരിഹാരം കാണാൻ കഴിയാത്തതിൽ ട്രംപിന് അതൃപ്തിയെന്നും റിപ്പോർട്ട്.